ബ്ലാക്കിലുള്ളത് സംഘർഷം വേണ്ടി, അതായത് സ്ട്രെസ് ബോക്സ് എന്ന് പറയും. ഇത് ഹാപ്പിനെസ് ബോക്സ്. നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ബ്ലാക്കിലേക്ക് ഇടുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ടാവും. അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ മെന്റൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് സന്തോഷം എടുത്തിട്ട് നിങ്ങൾ പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഹെൽത്തിൻ്റെ ടീമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളൊരു പ്ലാൻ പേപ്പർ തരും. ആ പ്ലാൻ പേപ്പറിൽ നിങ്ങൾ എന്താണ് ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികളാകാം, സ്ട്രെസ്സാകാം, വിഷമാകാം, സങ്കടമാകാം, അത് നിങ്ങൾ എഴുതിയിട്ട് ഈ ഒരു സ്ട്രെസ് ബോക്സിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കുറച്ച് മെസ്സേജസ് നിങ്ങൾ കുറച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്താണ് അതിൽ നിങ്ങൾ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും കിട്ടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് ട്രൈ ചെയ്തോ. എന്താ എനിക്കൊന്ന് മനസ്സിലായില്ല. ഞാൻ എഴുതിയിട്ടുണ്ട്. എഴുതാണ്ടല്ലേ എഴുതിയിട്ടുണ്ട്. രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. എന്താണ് കിട്ടിയത്? എന്തെങ്കിലും റിലേറ്റഡായിട്ട് തോന്നുന്നു? അതിലേതെങ്കിലും ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പക്ഷേ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും. അത് നമുക്കൊരു അതുമായി ബന്ധപ്പെട്ട് അല്ലേ, ജീവിതം പുതുമ നിറഞ്ഞതാണെന്നുള്ളത് ദിവസവും നമ്മൾ പുതിയതായിട്ട് കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളോട് ഉദ്ദേശിക്കുന്നത് വിഷമിക്കേണ്ട, ഇപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക. കിട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ താങ്ക്സ് പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് ശീലമായിട്ട് മുന്നോട്ട് ഒന്നിനും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ആവട്ടെ ജീവിതം എന്ന് ആശംസിക്കുകയാണ്. അതുമായിട്ട് റിലേറ്റഡ് ഒരുപാട് മെസ്സേജസ് നമുക്കുണ്ട് കേട്ടോ. നിങ്ങൾ എന്തൊരു പ്രശ്നം ഇതിലിട്ടാലും അത് റിലേറ്റഡായിട്ടുള്ള എല്ലാത്തിനുള്ള ഒരു പരിഹാരം, ഒരു സന്തോഷം, ഒരു മെസ്സേജ് ഇതിലുണ്ട്. ഇതൊരു പുതിയൊരു അറിവാണ്. നമ്മളിപ്പോൾ ഒരു സങ്കടം എഴുതിയിട്ടിട്ട് അതിനപ്പം തന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് എന്താ പ്രശ്നം എഴുതി തോന്നിക്കുന്നൊരു പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു കണ്ടിട്ടില്ല. നമ്മൾ ഒരു കാര്യം എഴുതിയിട്ടിട്ട് അപ്പം തന്നെ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു സംഭവം കിട്ടാന്നുള്ളത് ഒരു എന്നിട്ട് അതിന് വലിയ കാര്യം തന്നെ കേട്ടോ. നമുക്കിപ്പോൾ ഇപ്പോൾ ഞാൻ എഴുതിയത് സങ്കടത്തെക്കുറിച്ച് എഴുതി. അത് എഴുതി കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ എടുത്തത് കറക്റ്റ് ആ ഒരു പോസിറ്റീവ്, ഞാൻ ഉദ്ദേശിച്ച സാധനത്തിൻ്റെ പോസിറ്റീവ് കിട്ടുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം.